Morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Okay. Classes start ചെയ്യാം. Then കുറച്ച് പേരും കൂടി വരാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യണമായിരുന്നു. then അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും കുറച്ച് പേര് വരുന്നത്. then അവർക്ക് വീണ്ടും സംശയം ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ ടൈമൊക്കെ ആയിട്ടുണ്ട്. 2 മിനിറ്റ് എക്സ്ട്രാ ഞാൻ വെയിറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ചാപ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, പഠിച്ചോ? 50% പഠിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് പഠിച്ച ആളുകളും ഉണ്ട് അല്ലെ? ഓക്കെ, വീണ്ടും നമ്മൾ പുതിയൊരു ചാപ്റ്ററിലോട്ട് പോകണേണ്. ചാപ്റ്റർ 14 ആണ്, സെക്കൻഡ് മോഡ്യൂളിൽ തന്നെയാണ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എടുത്തിട്ടില്ലല്ലോ? ടീച്ചേഴ്സ് എടുത്തിട്ടില്ലല്ലോ ഈ ചാപ്റ്റർ? ഇല്ല. ഓക്കെ, സോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. സോ ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചാണ് അല്ലെ? ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാകും അല്ലെ? നമുക്ക് അറിയാവുന്നതും നിങ്ങൾ അറിയാത്തതായിട്ടുള്ള പലതരത്തിലുള്ള വേസ്റ്റുകളെ കുറിച്ചിട്ടും അതിന്റെ ഡിസ്പോസൽ എങ്ങനെയാണ്, അതിന്റെ ഓരോ പ്രോസസ്സും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട് ഇതില്. പുതുതായിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങളുണ്ട്. സോ എളുപ്പമാണ് പഠിക്കാൻ, ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് എന്താ പറയാ, വളരെ ഇൻട്രസ്റ്റോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണത്. ഓക്കെ, പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാനായിട്ടുണ്ട്. മാക്സിമം നമുക്കത് ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകണം. എന്റെ ഒപ്പം തന്നെ നിങ്ങളും പഠിച്ചു പോകണം. അല്ലെങ്കിൽ നിങ്ങളെ കൂടെ എന്താ പറയാ, ഞാൻ പഠിപ്പിച്ചിട്ടേ പോകൂ. കാരണം ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമ്മള് എല്ലാ ബാച്ചിലും ഞാൻ അത് പഠിപ്പിച്ച് മാക്സിമം ഞാൻ ക്ലാസ്സിൽ വെച്ച് തന്നെ അത് പഠിപ്പിച്ചെടുക്കും. കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എപ്പോഴും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാക്സിമം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ആണ് വായിക്കുന്നത്, ശ്രദ്ധിക്കാം കേട്ടോ. The amount of garbage produced by healthcare institution has increased as a result of growing medical advancement and new hospital construction for better healthcare. നമുക്കറിയാം ഇന്ന് അല്ലെ, നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ആധുനിക യുഗത്തില് ഇന്ന് ഒരുപാട് ഹോസ്പിറ്റൽസുകൾ ഉണ്ട് അല്ലെ? പുതിയ ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഒക്കെ വർദ്ധിച്ചതിന്റെ അനുസരിച്ച് അതിനോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നിന്നുണ്ട് അല്ലെ? മുമ്പ് അങ്ങനെയായിരുന്നു, നമ്മുടെ ഒരു ഏരിയയിൽ ലൊക്കാലിറ്റിയിൽ ഒരു ഹോസ്പിറ്റൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിലും അടുത്തടുത്ത് ഇപ്പൊ ഒരു ഏരിയയിൽ തന്നെ 1-2 അല്ലെങ്കിൽ ഒരു ലൊക്കാലിറ്റി തന്നെ ചിലപ്പോൾ 1-2 ഹോസ്പിറ്റൽസുകൾ ഇന്ന് ലഭ്യമാണ്. പക്ഷെ പണ്ടിങ്ങനെ എന്താ പറയാ, ഇത്രയും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അഡ്വാൻസ്മെന്റോ പുതിയ ട്രീറ്റ്മെന്റ് ടെക്നോളജി മെത്തേഡ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മുടെ അഡ്വാൻസ്മെന്റ് ടെക്നോളജി ഡെവലപ്മെന്റ് ആയതിന്റെ ഒപ്പം തന്നെ മെഡിക്കൽ അഡ്വാൻസ്മെന്റും കൂടി വികസിച്ചിട്ടുണ്ട്. സോ അതിന്റെ ഫലമായിട്ട് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻസും ഇന്ന് ഒരുപാട് ഉയർന്നു വന്നിട്ടുണ്ട്. സോ ഇനി ഇതിന്റെ ഫലമായിട്ട്, അതായത് ഇപ്പൊ ഒരുപാട് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽസുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമുക്കത് ഏറ്റവും ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എങ്കിലും ഈ ഹോസ്പിറ്റലുകളിൽ നിന്നും ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് എന്താണ്, ഹോസ്പിറ്റലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളും അതനുസരിച്ചിട്ട് കൂടി വരികയാണ് അല്ലെ? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച്, പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം, ഈ പ്ലാസ്റ്റിക് എന്നുള്ള വേസ്റ്റ് കൂടി വരികയാണ് ഇല്ലേ? കാരണം എന്താണ്, ജനങ്ങളിൽ എണ്ണം കൂടുന്നു, അതിനനുസരിച്ച് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ വസ്തു നമ്മള് ഓരോരുത്തരും ഉപയോഗിക്കുന്നുണ്ട്, ആരും ഉപയോഗിക്കാത്തവരായിട്ടില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്ലാസ്റ്റിക് എന്നുള്ളൊരു വേസ്റ്റ് വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ആധുനിക യുഗത്തില് അല്ലെ, ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടി വരുന്നു. സോ അതനുസരിച്ചിട്ട് എന്താ സംഭവിക്കുക, ഹോസ്പിറ്റലിൽ നിന്നുള്ള വേസ്റ്റുകളും കൂടി വരുന്നു. ഗ്യാർബേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാലിന്യങ്ങള്, വേസ്റ്റുകൾ തന്നെയാണ് കേട്ടോ ഗ്യാർബേജ് എന്ന് പറയുന്നത്. അറിയില്ലാത്തവര് മേളിലൊന്ന് മലയാളത്തിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ, waste from any medical practice in healthcare facilities, testing centers and laboratories are referred to as healthcare waste or biomedical waste. Underline ചെയ്യാം,
എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നതിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. Both waste from any medical practice, healthcare facility നിന്നോ മീൻസ് ഹോസ്പിറ്റൽ, ക്ലിനിക്സുകള്, അതുപോലെ തന്നെ ടെസ്റ്റിംഗ് സെന്റേഴ്സ്, ലബോറട്ടറി ആൻഡ് ലബോറട്ടറീസ് ആർ റെഫർ ടു ആസ് ഹെൽത്ത് വേസ്റ്റ് ഓർ ബയോമെഡിക്കൽ വേസ്റ്റ്. ഹോസ്പിറ്റലുകളിൽ നിന്നും അതുപോലെ തന്നെ ടെസ്റ്റ് സെന്റേഴ്സുകളിൽ നിന്നും ലബോറട്ടറിയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളെയാണ് ഹെൽത്ത് കെയർ വേസ്റ്റ് ഓർ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാത്ത ഡെഫിനേഷൻ ആണ്. അപ്പോ രണ്ട് രീതിയിൽ പറയാം, ബയോമെഡിക്കൽ വേസ്റ്റ് എന്നും വിളിക്കാം, അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നും പറയാം. കാരണം എന്താണ്, ഇതുപോലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളായതിനാൽ നമുക്ക് എന്ത് വിളിക്കാം, ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് വിളിക്കും. അപ്പോ ക്ലിയർ ആണോ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നുള്ളത്? ഡൗട്ട് കിട്ടിയില്ലേ ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണ്? ഓക്കെ, then underline ചെയ്തിട്ടുള്ളവരും then healthcare workers, the general public and the nearby flora and fauna are all at risk from hospital trash. Trash എന്ന് പറയുന്നത് മാലിന്യങ്ങൾ തന്നെയാണ്. സോ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ആർക്കൊക്കെയാണ് റിസ്ക് ഉണ്ടാക്കുന്നത്? ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനും ജനറൽ പബ്ലിക് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ അതർ പബ്ലിക് ഫ്ലോറ ആൻഡ് ഫോണ. എന്താ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്നത്? ഫ്ലോറ ആൻഡ് ഫോണ സസ്യജന്തു ജാലങ്ങൾ അല്ലെ. ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ ചുറ്റുവട്ടത്തുള്ള സസ്യജന്തുജാലങ്ങൾക്കും പൊതുജനങ്ങൾക്കും അവിടെ വർക്ക് ചെയ്യുന്നവർക്കും ഈ ഒരു മാലിന്യങ്ങള് വളരെ എന്താ പറയാ റിസ്ക് ആണെന്ന്. പലതരത്തിലുള്ള അസുഖങ്ങൾ വരും ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ. ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള അപകടകാരികളായിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ്സിനും മറ്റും പല തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ പഠിക്കാട്ടോ. സോ ഇതെല്ലാം പബ്ലിക്കിനാണെങ്കിലും സസ്യജന്തു ജാലങ്ങൾക്കാണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനാണെങ്കിലും അത് റിസ്ക് ആണ്. Hospital and other healthcare facilities issues with a waste disposal have grown to be a cause of rising concern. അല്ലെ, ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു ആശങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം വേസ്റ്റുകൾ എങ്ങനെ ഡിസ്പോസൽ ചെയ്യും എന്നുള്ളത് ഒരു ആശങ്കയായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അല്ലെ. അതായത് ഇത്രയും നമ്മൾ പറഞ്ഞു ഓരോ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലും ഒരുപാട് ഈ മാലിന്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ മാലിന്യങ്ങളെ എങ്ങനെ നമുക്ക് ഡിസ്പോസൽ ചെയ്യാം എന്നുള്ളത് ഒരു ഇഷ്യൂ തന്നെയാണ്. Majority of nations worldwide, especially developing countries, are facing a difficult situation as a result of environmental pollution caused by pathological waste generated by growing population and resulting rapid growth in the number of healthcare centers. നമ്മൾ പറഞ്ഞു റാപ്പിഡ് ഗ്രോത്ത് ഓഫ് നമ്പർ ഓഫ് ഹെൽത്ത് കെയർ സെന്റേഴ്സ്. ഓരോ ദിവസം കൂടുന്തോറും ഹെൽത്ത് കെയറിന്റെ എണ്ണം കൂടി വരുന്നു. സോ ഈ എണ്ണത്തിനനുസരിച്ചിട്ട് ഈ പാത്തോളജിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗകാരികളാകുന്ന മാലിന്യങ്ങള്. പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് അല്ലെ. സോ രോഗകാരികളാകുന്ന വേസ്റ്റുകളുടെ എണ്ണം കൂടി വരുന്നു. സോ അത് എൻവയോൺമെന്റൽ പൊല്യൂഷനിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് എസ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഇങ്ങനെയുള്ള ഒരു പൊല്യൂഷൻ ഇപ്പൊ കൂടി വരുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരുപാട് റാപ്പിഡ് ആയിട്ട് ഹെൽത്ത് കെയർ സെന്റേഴ്സ് ഇങ്ങനെ ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ ഗ്രോത്ത് ചെയ്യുന്നതനുസരിച്ച് എന്താണ് അവിടെ പൊല്യൂഷനും സംഭവിക്കുന്നു. ഓക്കെ, ഇത്രയാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് പറയുന്നത്. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്, എവിടെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് അതിന്റെ റിസ്ക് എന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ക്ലിയർ ആണോ ഇൻട്രൊഡക്ഷൻ? ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. അതിൽ അണ്ടർലൈൻ ചെയ്തത് ആ വേസ്റ്റ് എന്നുള്ള ഒരു സെക്ഷൻ തുടങ്ങി ബോത്ത് വേസ്റ്റ് ഫ്രം എനി മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തത്. ഒരു പ്രാവശ്യം മനസ്സിലാക്കി വായിച്ചു നോക്കാം കേട്ടോ ഇൻട്രൊഡക്ഷൻ.
പാത്തോളജിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗകാരികളായിട്ടുള്ള വേസ്റ്റുകൾ. നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ നിന്നാകുമ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാകും. കംപ്ലീറ്റ് ചെയ്തോ ഇൻട്രൊഡക്ഷൻ? ക്ലിയർ ആണോ എല്ലാവർക്കും വായിച്ചിട്ട്? ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. ദെൻ നമ്മൾ താഴോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നതാണ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലോ? ഒന്നുകൂടി പറയണോ? ജസ്റ്റ് ഒന്ന് ഞാൻ സിമ്പിൾ ആക്കി പറയാം. കംപ്ലീറ്റ് ഞാൻ വായിക്കണമെന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിൽ നിന്നും അല്ലെങ്കിൽ ലബോറട്ടറീസോ അല്ലെങ്കിൽ മറ്റു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, അതുപോലെ ക്ലിനിക്സുകൾ, ഇവിടെ നിന്നെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിനെയാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ വേസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊതുജനങ്ങൾക്കും ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനും നിയർ ബൈ ഫ്ലോറ ആൻഡ് ഫോണ സസ്യജന്തുജാലങ്ങൾക്കും അത് റിസ്ക് ആണ്, അപകടകരമാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇത്തരം മാലിന്യങ്ങളെ എങ്ങനെ ഡിസ്പോസൽ ചെയ്യാം എന്നുള്ളത് ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്. അതുപോലെ ഡെവലപ്പിംഗ് കൺട്രീസിൽ കൂടുതലായിട്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉയർന്നു വരുന്ന ആ ഒരു സന്ദർഭത്തിൽ അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാലിന്യത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് അവിടെ എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ആണ് ഉണ്ടാകുന്നത്. സോ അത് അവിടെയുള്ള വ്യക്തികൾക്കും മറ്റ് അസുഖങ്ങളും അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള പാത്തോളജിക്കൽ ആയിട്ടുള്ള വേസ്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇഷ്യൂ തന്നെയാണ് ഇതിന്റെ ഒരു ഡിസ്പോസൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ്? BMW. BMW എന്ന് പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റിനെയാണ് കേട്ടോ. BMW എന്ന് ഷോർട്ട് ഫോമിലാണ് നമ്മൾ വിളിക്കുക. വീണ്ടും എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് ഒരു ഡെഫിനേഷൻ പോലെ പറയുകയാണെ നോക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് or hospital waste is any kind of waste containing infectious or potentially infectious materials produced during the treatment of both people and animals as well as during study involving biology. കംപ്ലീറ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. കംപ്ലീറ്റ് അണ്ടർലൈൻ ചെയ്യുക. ഡെഫിനേഷൻ ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്താണെന്നുള്ളത്. Any kind of waste containing infectious or potentially infectious ആയിട്ടുള്ള, അതായത് പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ അങ്ങനെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ അടങ്ങിയിരിക്കുന്ന പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് മീൻസ് അണുബാധ സാധ്യതയുള്ള മെറ്റീരിയൽസ് ഡ്യൂറിങ് ട്രീറ്റ്മെന്റ് ഓഫ് ബോത്ത് പീപ്പിൾ ആൻഡ് അനിമൽസ്, അല്ലെ പീപ്പിൾസിനും ജനങ്ങൾക്കും അല്ലെങ്കിൽ മനുഷ്യരുടെയും അനിമൽസിന്റെയും ട്രീറ്റ്മെന്റിന്റെ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അണുബാധയുള്ള അല്ലെങ്കിൽ പകർച്ചവ്യാധികളായിട്ടുള്ള മെറ്റീരിയൽസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓർ ഡ്യൂറിങ് സ്റ്റഡി ഇൻവോൾവിംഗ് ബയോളജിക്സ്. ബയോളജിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്യുമല്ലോ, ഇപ്പൊ ലബോറട്ടറിയിലും മറ്റും ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളെയാണ് BMW അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, വീണ്ടും ഒരു ഡെഫിനേഷൻ പോലെ എഴുതിയിരിക്കുന്നത് മാത്രം. വായിച്ചു നോക്കാം കേട്ടോ. ആ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കി. വായിക്കുമ്പോൾ ഒപ്പം അങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പോയിക്കോളൂ കേട്ടോ ഡെഫിനേഷൻ.
Okay, വായിച്ചോ definition. The next objectives of BMW biomedical waste ന്റെ objectives. Important ആണ്, മാർക്ക് ചെയ്തോളൂ. 4 objectives ആണുള്ളത്. നോക്കാം. Objectives of biomedical waste. To lessen the quantity of waste that must be treated as noxious waste. Noxious waste. എന്താ noxious എന്ന് പറയുന്നത്? Noxious. Noxious എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാനികരമായിട്ടുള്ള, dangerous ആയിട്ടുള്ള, മോശകരമായിട്ടുള്ള മാലിന്യങ്ങൾ. To lessen the quantity of waste must be treated as noxious waste. അല്ലേ? അതായത് ഹാനികരമായിട്ടുള്ള മാലിന്യങ്ങളുടെ അളവ് മാക്സിമം കുറയ്ക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇനി പഠിക്കും കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. ഒബ്ജക്റ്റീവ്സ് ആണ്. ഫസ്റ്റ് പറയുന്നത് നോക്സിയസ് ആയിട്ടുള്ള വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി മാക്സിമം കുറയ്ക്കുക. നോക്സിയസ് മീൻസ് ഹാനികരമായ അല്ലെങ്കിൽ ദോഷകരമായ. എഴുതി വെച്ചോളൂട്ട്. അറിയില്ലാത്തവര് ഓരോ വേർഡ്, നിങ്ങൾക്ക് അറിയില്ലാത്ത ന്യൂ വേർഡ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ മുകളിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ഇത് ഏത് ചാപ്റ്ററിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ഒന്നും എഴുതണ്ട. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നതെങ്കിൽ ആ ഒരു ഇത് എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്സിയസ് ആയിട്ടുള്ള വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. സെക്കൻഡ് ഒബ്ജക്റ്റീവ് to lessen the exposability risk to noxious healthcare waste for workers. To lessen exposability. Exposability എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ exposability എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയാ? Exposability meaning എന്താ? Exposability നിങ്ങൾ കേട്ടിട്ടില്ലേ? ആദ്യമായിട്ട് കളിക്കാണ് എല്ലാവരും. പറഞ്ഞോളൂ, മീനിങ് ഒന്ന് പറഞ്ഞു. എക്സ്പോസിബിലിറ്റി തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കൊള്ളട്ടെ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. എക്സ്പോസിബിലിറ്റി എന്ന് പറയുന്നത് നിർമ്മാർജ്ജനമാണോ? നിർമ്മാർജ്ജനമാണോ? അതിൽ നിന്നും കുറച്ചും കൂടി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡിസ്പോസിബിൾ മീൻസ് നമുക്ക് ഡിസ്പോസിബിൾ നിർമ്മാർജ്ജനമായിട്ട് പറയാം. എക്സ്പോസിബിലിറ്റി റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ആലോചിച്ച് നോക്കിയേ. എക്സ്പോസിബിലിറ്റി റിസ്ക് അതായത് ഒരു മുൻ സാധ്യത. അതായത് ഇപ്പൊ ഇവിടെ പറയുന്നത് ടു ലെസൺ ദ എക്സ്പോസിബിലിറ്റി റിസ്ക് ടു നോക്സിയസ് ഹെൽത്ത് കെയർ വേസ്റ്റ് ഫോർ വർക്കേഴ്സ്. അതായത് ഈ വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന വർക്കേഴ്സിന്, അല്ലെ, വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ ഒരു വർക്കേഴ്സ് ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ വർക്കേഴ്സ് ഉണ്ടായിരിക്കും. സോ ആ വർക്കേഴ്സിന് അവർക്ക് ദോഷകരമായിട്ടുള്ള ഈ മാലിന്യം നോക്സിയസ് ആയിട്ടുള്ള വേസ്റ്റ് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനും സാധ്യത, എക്സ്പോസിബിലിറ്റി സാധ്യതയുണ്ട്. അവർക്ക് ഈ ഒരു വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ പല തരത്തിലുള്ള റിസ്കുകൾ വന്നേക്കാം. മറ്റു തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാം, മറ്റു പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നേക്കാം. സോ ആ ഒരു റിസ്ക് കുറയ്ക്കാന്ന്, അതായത് ഈ നോക്സിയസ് വേസ്റ്റ് മൂലം ഉണ്ടാകുന്ന അപകട സാധ്യതകൾ കുറയ്ക്കുക, അതിനായിട്ടുള്ള മാർഗങ്ങളൊക്കെ ചെയ്യുക. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിന്റെ പ്രൈസ് കുറയ്ക്കുക. ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്, മെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യാനായിട്ടുള്ള, അതായത് നമ്മൾ പറഞ്ഞല്ലോ ക്വാണ്ടിറ്റി കുറച്ചാൽ തന്നെ ഈ ട്രീറ്റ്മെന്റിന്റെ നമുക്ക് പ്രൈസ് കുറയ്ക്കാനായിട്ട്, റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വേസ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അതിന്റെ ഡിസ്പോസലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ട്രീറ്റ്മെന്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നതില്ലേ മെഡിക്കൽ വേസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് മെഡിക്കൽ വേസ്റ്റ് എങ്ങനെ നമുക്ക് ട്രീറ്റ്മെന്റ്സിലൂടെ, ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതികൾ, പല രീതികളിൽ നമ്മൾ ഈ ബയോമാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ നമ്മൾ ആ ട്രീറ്റ്മെന്റിന്റെ പ്രൈസ് കുറയ്ക്കാം. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഓട്ടോക്ലേവിംഗ് ചെയ്യാം, അതുപോലെയുള്ള പല ടൈപ്പ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ട് ട്രീറ്റ്മെന്റ്സ്. സോ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ പ്രൈസ് കൂടി റെഡ്യൂസ് ചെയ്യാം. വേസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്കത് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള എമൗണ്ട് ആവുന്നുള്ളൂ, അല്ലേ? സോ വേസ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റിന്റെ പ്രൈസ് കുറയ്ക്കാം. അതുപോലെ തന്നെ ഡിസ്പോസൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. Then last one, to enable the reuse of non-hazard general waste. To enable reuse non-hazard general waste. പൊതു മാലിന്യങ്ങള് non-hazards ആയിട്ടുള്ള, hazards എന്ന് പറഞ്ഞാല് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, ദോഷകരമല്ലാത്ത ജനറൽ വേസ്റ്റുകള്
റീയൂസ് ചെയ്യാൻ പറ്റുന്ന മീൻസ് ദോഷകരമല്ലാത്ത ഇപ്പൊ പേപ്പർ ടൈപ്പ് അങ്ങനെയുള്ള വേസ്റ്റുകൾ ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത ജനറൽ ആയിട്ടുള്ള നോൺ ഹസാർഡ്സ് ആയിട്ടുള്ള വേസ്റ്റുകൾ റീയൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് 4 ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഠിക്കണം, ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഓരോ പോയിന്റ്സുകളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. 4 പോയിന്റ് ആണ്, 4 ഒബ്ജക്റ്റീവ്സ് വായിച്ച് മനസ്സിലാക്കാം. സൈഡില് മാർക്ക് ചെയ്ത് വെച്ചോളൂ, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒബ്ജക്റ്റീവ്സ്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് ജനറൽ വേസ്റ്റ്, പൊതുമാലിന്യങ്ങൾ, ലോഹസാറായിട്ടുള്ള, അതായത് ഇപ്പൊ പേപ്പർ അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടാവുന്നത്, കാർഡ്ബോർഡ് അങ്ങനെയുള്ള മാലിന്യങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അതിന് റീയൂസ് ചെയ്യാവുന്നത്. പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവരും ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ടു ലെസൺ എക്സ്പോസിബിലിറ്റി റിസ്ക്. അതായത് ഹെൽത്ത് കെയർ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന വർക്കേഴ്സിന്റെ റിസ്ക് അല്ലെ, ആ ഒരു അപകട സാധ്യത കുറയ്ക്കുക. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ ചെയ്യുക. മൂന്നാമതായിട്ട് പറയുന്നത് അതിന്റെ റെഡ്യൂസ് ചെയ്യാണ് അതിന്റെ ട്രീറ്റ്മെന്റും ഡിസ്പോസലും. അതായത് മെഡിക്കൽ വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി അധികം കോസ്റ്റിലൊന്നും വരുന്നില്ല. സോ മാക്സിമം അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് ട്രീറ്റ്മെന്റിന്റെ പ്രൈസ് കുറയ്ക്കുക. കംപ്ലീറ്റ് ചെയ്തല്ലോ. ദെൻ ഇനി നോക്കുന്നത് ഹു ഈസ് അറ്റ് റിസ്ക്. നമ്മൾ പറഞ്ഞു ബയോമെഡിക്കൽ മാലിന്യങ്ങൾ എന്താണെന്ന് കണ്ടു. ദെൻ അത് സീരിയസ് ആണെന്ന് പറഞ്ഞു, ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെന്ന് പറഞ്ഞു. സോ ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ ആർക്കൊക്കെയാണ് റിസ്ക് ഉണ്ടാക്കുന്നത്? ആർക്കൊക്കെയാണ്? ടെക്സ്റ്റിൽ നോക്കാതെ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞേ, ആർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ റിസ്ക് ആയിട്ട് വരുന്നത്? ആർക്കൊക്കെയാണ്? പെട്ടെന്ന് കമന്റ് ചെയ്തേ ആൻസറുകൾ. പേഷ്യന്റിന്. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ അത് നോക്കണ്ട കേട്ടോ, അല്ലാതെ തന്നെ നിങ്ങൾ പറഞ്ഞു, നമുക്കറിയാതെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഡോക്ടേഴ്സ്, സ്റ്റാഫ്, വേറെ നേഴ്സ്, ഡോക്ടർ, സ്റ്റാഫ്, ക്ലീനർ, മറ്റുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ. വേറെ ആരൊക്കെയാണ് റിസ്ക് ഉള്ളത്? നമ്മൾ പഠിച്ചില്ലേ നിയർ ബൈ, ഫ്ലോറ ആൻഡ് ഫോണ പഠിച്ചോ? നമ്മളുടെ ജനറൽ പബ്ലിക്കിനും അതുപോലെ തന്നെ ഫ്ലോറ ആൻഡ് ഫോണ എൻവയോൺമെന്റ് നോക്കാം. ഹു ഈസ് അറ്റ് റിസ്ക്? ആർക്കൊക്കെയാണ് റിസ്ക്? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഡോക്ടേഴ്സ്, നഴ്സസ്, പേഷ്യൻസ്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്. ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫാണ് ഈ നോൺ മെഡിക്കൽ സ്റ്റാഫുകൾ. പല ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയുള്ള സ്റ്റാഫുകള്. ദെൻ സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്റ്റാഫ്. വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്, അത് ഡിസ്പോസൽ ചെയ്യുന്ന ഏരിയയിലുള്ള സ്റ്റാഫുകളുണ്ട്. ദെൻ ജനറൽ പബ്ലിക് ആൻഡ് എൻവയോൺമെന്റ്.
പൊതുജനത്തിനും അതുപോലെ തന്നെ എൻവയോൺമെന്റ്. ഇത്തരം പേർക്കാണ് റിസ്ക് അനുഭവിക്കുന്നത്. സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിന്റെ സോഴ്സസുകൾ എവിടെ നിന്നൊക്കെയാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഉത്പാദിപ്പിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. The primary contributor to the production of biomedical waste are primary and secondary sources. പ്രൈമറി സെക്കൻഡറി സോഴ്സസിൽ നിന്നൊക്കെയാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി പ്രൈമറി സോഴ്സസ് ഏതൊക്കെയാണ്, സെക്കൻഡറി സോഴ്സസുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രൈമറി സോഴ്സസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, സെക്കൻഡറി സോഴ്സസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്. വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സോഴ്സസുകൾ ഏതൊക്കെയാണെന്നാണ് ഫസ്റ്റ് വായിക്കാം. പ്രൈമറി സോഴ്സസ് ഇൻക്ലൂഡ്. നമ്മുടെ ടെക്സ്റ്റില് ഇൻക്ലൂഡ് എഴുതിയിട്ടില്ലേ, അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കുഞ്ഞൊരു ഹൈഫൺ ഒന്ന് വരച്ചേ കേട്ടോ. ഹൈഫണിന്റെ ടെക്സ്റ്റില് ഒരുമിച്ച് എഴുതി പോയൊക്കെയാണെങ്കിൽ ടെക്സ്റ്റിൽ നോക്കി ഹൈഫൺ ഇട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇത് എവിടെയാ ടെക്സ്റ്റിൽ നോക്കിയോ നിങ്ങള്? ചാപ്റ്റർ എടുത്ത് വെച്ചിട്ടില്ലേ? വേറെ ചാപ്റ്റർ ആണോ എടുത്ത് വെച്ചിരിക്കുന്നത്? ഓക്കെ, ഒരു റെസ്പോൺസ് ഇല്ല ഞാൻ പറഞ്ഞിട്ട്. ഓക്കെ, സോ പ്രൈമറി സോഴ്സസ് ഇൻക്ലൂഡ് വേസ്റ്റ് ക്രിയേറ്റഡ് ഇൻ. ഇൻക്ലൂഡ് കഴിഞ്ഞിട്ടില്ലേ ഒരു കുഞ്ഞു ഹൈഫൺ ഒന്ന് വരച്ചു വെച്ചേട്ടോ. ഇൻക്ലൂഡ് കഴിഞ്ഞിട്ട് ചെറിയൊരു ഹൈഫൺ വരക്കാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വരച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒരുമിച്ച് എഴുതിയിരിക്കുകയാണല്ലോ. ഓക്കെ, പ്രൈമറി സോഴ്സസ് ഇൻക്ലൂഡ് ഏതൊക്കെയാണ് പ്രൈമറി സോഴ്സസ് നോക്കാം. വേസ്റ്റ് ക്രിയേറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് സെന്റർ, then maternity homes, blood bank, research labs, immunization centers, autopsy centers, etc. കംപ്ലീറ്റ് അണ്ടർലൈൻ ചെയ്തോളൂ. പ്രൈമറി സോഴ്സസുകൾ ഏതൊക്കെയാണ്, ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സോഴ്സസുകൾ ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റേഴ്സ്, ഡയാലിസിസ് സെന്റേഴ്സ്, മെറ്റേണിറ്റി ഹോംസ്. എന്താ മെറ്റേണിറ്റി ഹോംസ് എന്ന് പറയുന്നത്? മെറ്റേണിറ്റി ഹോംസ് ഡെലിവറിക്ക് വേണ്ടി മാത്രമുള്ള ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, മെറ്റേണിറ്റി ഹോംസ്. ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, ലബോറട്ടറികൾ, ഇമ്മ്യൂണൈസേഷൻ സെന്റർ. എന്ത് ഇമ്മ്യൂണൈസേഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുത്തിവെപ്പ് ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെ വീടിനടുത്തുള്ള ഹെൽത്ത് കെയർ സെന്ററുകൾ, ഹെൽത്ത് സെന്ററുകൾ പോലുള്ളവ. ഓട്ടോപ്സി സെന്റേഴ്സ്. എന്താ ഓട്ടോപ്സി? Autopsy means autopsy എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ്മോർട്ടം ചെയ്യില്ലേ? ഓട്ടോപ്സി സെന്റേഴ്സ്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സെന്റേഴ്സ്, അവിടെ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ. ഇതൊക്കെയാണ് ഫസ്റ്റ് പ്രാഥമികമായിട്ടുള്ള സ്രോതസ്സുകൾ, മെയിൻ സോഴ്സസ്. ബയോമെഡിക്കൽ വേസ്റ്റിന്റെ മെയിൻ സോഴ്സസ് ആണ് ഈ പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റല്, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റേഴ്സ്. അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും. എന്നിട്ട് നമുക്ക് ക്ലാസ്സിൽ കൂടെ തന്നെ എടുക്കുമ്പോൾ തന്നെ ഒപ്പം പഠിച്ചും കൂടി പോകാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിനു വേണ്ടി നമ്മൾ കൂടുതൽ സമയമൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ക്ലാസ്സിൽ വെച്ച് തന്നെ നമ്മൾ പഠിച്ചു പോകും. പഠിച്ചു പോകണമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇതൊക്കെ നമ്മളുടെ ഓർമ്മയിൽ നിൽക്കണില്ലേ? ഉണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളെ ചില ചാപ്റ്ററുകൾക്ക് നമുക്ക് നമ്മൾ മനസ്സിലോട്ട് അത് തങ്ങും ഇല്ലേ? തങ്ങാറുണ്ടോ? സത്യങ്ങളൊക്കെ എഴുതിയെടുക്കാതെ തീർച്ചയായിട്ടും മനസ്സിൽ തങ്ങിയിരിക്കും അത്. അല്ല, ക്ലാസ് വെച്ചിട്ട് ചിലപ്പോൾ ഉറങ്ങുന്ന ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ക്ലിയർ ആവില്ല. ശ്രദ്ധയോടുകൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ നമ്മുടെ മൈൻഡിൽ നമ്മൾ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ പ്രൈമറി സോഴ്സസ് നമ്മൾ പഠിച്ചു. ഇനി സെക്കൻഡറി സോഴ്സസ്, അടുത്ത സെക്കൻഡറി സോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോമാലിന്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡറി സോഴ്സസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. On the other hand, include household, industries, education, institutions, etc. Household, നമ്മുടെ വീടുകളിൽ തന്നെയുള്ള മാലിന്യങ്ങൾ ഉണ്ടാകും. മറ്റു വ്യവസായിക ഇൻഡസ്ട്രീസ് എന്നുള്ള മാലിന്യങ്ങൾ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള മാലിന്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് പോലുള്ള പ്രൈമറി സോഴ്സസിൽ നിന്നാണ്. സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൗസ് ഹോൾഡും അതുപോലെ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര ഇവിടെ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും ഒരുപാട് ബയോ മെഡിക്കൽ മാലിന്യങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മുടെ വീട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഇപ്പൊ സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്നവരുണ്ടാകും, ഇല്ലേ? മെഡിസിൻസ് കഴിക്കുന്നവര്, അല്ലെങ്കിൽ എക്സാമ്പിൾ പറയണെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവരുണ്ടാകാം, അല്ലെ? മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടാകാം. മെഡിസിൻ സ്ട്രിപ്സുകളുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോ ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ സിറഞ്ചും നീഡിൽസും ഉണ്ടാകും, അല്ലെ? ഇതെല്ലാം ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. ഹൗസ്ഹോൾഡിലുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങളാണ്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. റിസ്ക് തുടങ്ങി വായിക്കണേ. ഹു ഈസ് അറ്റ് റിസ്ക്? പ്രൈമറി റിസോഴ്സും സെക്കൻഡറി റിസോഴ്സസും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു എല്ലാവരും. ഓക്കെ, പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും. രണ്ട് ടൈപ്പ് ഓഫ് പ്രൈമറിയും സെക്കൻഡറി സോഴ്സസ് ഉള്ള Then next one, classification of biomedical waste. Biomedical waste classification ചെയ്തിരിക്കുകയാണ്. 8 categories of medical waste are presented by World Health Organization. WHO. Underline ചെയ്യണ്ടല്ലോ, അറിയാലോ, ചെറിയ ക്ലാസ് തുടങ്ങി പഠിക്കുന്നതിലെ WHO. World Health Organization 8 കാറ്റഗറി ആയിട്ടാണ് ബയോമെഡിക്കൽ വേസ്റ്റുകളെ തരംതിരിച്ചിരിക്കുന്നത്. 8 കാറ്റഗറി ഏതൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. General waste, pathological, radioactive, chemical, infectious to potentially infectious waste, sharps, pharmaceuticals and pressurized containers. General waste, പൊതുവായിട്ടുള്ള മാലിന്യങ്ങൾ. Then pathological waste, means രോഗകാരികളായിട്ടുള്ള മാലിന്യങ്ങൾ. റേഡിയോ ആക്റ്റീവ്, റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയോ ആക്റ്റീവ് പ്രവർത്തനങ്ങൾ, റേഡിയേഷൻ പോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളാണ്. കെമിക്കൽ വേസ്റ്റ്, ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, മീൻസ് നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻ ആകാൻ ചാൻസ് ഉള്ള പകർച്ചവ്യാധികളായിട്ടുള്ള വേസ്റ്റുകൾ. ഷാർപ്പ് വേസ്റ്റ്, ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷാർപ്പ് വേസ്റ്റുകൾ. ഏതൊക്കെയാണ് ഷാർപ്പ് വേസ്റ്റുകൾ? ഏതൊക്കെയാണ് ഷാർപ്പ് വേസ്റ്റ് ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്?
പെട്ടെന്ന് പറഞ്ഞേ എന്തൊക്കെയാണ് ഷാർപ്പ് വേസ്റ്റുകൾ? ഗ്ലാസസിന്റെ ബ്രോക്കൺ ഗ്ലാസസ് പീസസ് പറയാം, ബ്ലേഡ് പറയാം, സിറഞ്ച് പറയാം, നീഡിൽ പറയാം, അല്ലെ? ഇതൊക്കെയാണ് ഷാർപ്പ് വേസ്റ്റുകൾ. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, ഫാർമസിയിൽ നിന്നുള്ള വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് എക്സാമ്പിൾ ഏതൊക്കെ പറയാം? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിന്റെ എക്സാമ്പിൾ ഏതൊക്കെ പറയാം? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എക്സ്പയറി മെഡിസിൻ, എക്സ്പയറി അതുപോലെ തന്നെ എക്സ്പയറി ആയിട്ടുള്ള വാക്സിനുകൾ, മെഡിസിൻസുകൾ. ഓക്കെ, പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. ഇനി എന്താണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ നോക്കാം. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റ് means waste made up of both fully or empty containers with pressurized liquid, gas or materials. ലിക്വിഡ് ഫോമിലുള്ള, ഗ്യാസ് ഫോമിലുള്ള പ്രഷറൈസ്ഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസുകൾ, ഇൻക്ലൂഡിങ് ഗ്യാസ് കണ്ടെയ്നേഴ്സ് ആൻഡ് എയറോസോൾ ഗ്യാസ്, എയർ ഫ്രഷ്നർ ഒക്കെ പോലുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്, ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഹൈലർ പോലെ നമ്മൾ സ്പ്രേ ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ, അത് പ്രഷറൈസ്ഡ് ആണ്. മനസ്സിലായോ? ഇൻഹൈലർ ഒക്കെ യൂസ് ചെയ്യില്ലേ, സ്പ്രേ ടൈപ്പ് ഇൻഹൈലറുകൾ മറ്റും. സോ അതെല്ലാം പ്രഷറൈസ്ഡ് ആണ്, ലിക്വിഡ് ഫോമിലും ഗ്യാസ് ഫോമിലുള്ള. അത് ഉപയോഗശേഷം അത് വേസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പറയും പെർഫ്യൂമുകൾ അല്ലേ, അതുപോലെ തന്നെ എയർ ഫ്രഷ്നറുകൾ, ഇതൊക്കെ നമ്മളിപ്പോ വേസ്റ്റ് കത്തിക്കുമ്പോ ഈ സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? പൊട്ടിത്തെറിക്കുന്ന ഇല്ലേ? നമ്മുടെ തീയൊക്കെ കൂടി കത്തിക്കുമ്പോഴേ ഇതുപോലെ പെർഫ്യൂമിന്റെയോ അല്ലെങ്കിൽ മറ്റിതുപോലുള്ള എയർ ഫ്രഷ്നർ പോലുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് പറ്റും പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അത് കെമിക്കൽസ് ആണ് ശരിക്കും. ഓക്കെ, അതാണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. സോ WHO 8 കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ജനറൽ വേസ്റ്റ്, പാത്തോളജിക്കൽ, റേഡിയോ ആക്റ്റീവ്, കെമിക്കൽ, infectious to potentially infectious waste, sharp, pharmaceutical, then pressurized containers. Clear ആണോ? വായിച്ചു നോക്കുക കേട്ടോ. ഏതൊക്കെയാണ് 8 കാറ്റഗറിയിൽ വായിക്കാം. WHO അറിയാമെന്ന് വിചാരിക്കണോ, അറിയില്ലാത്തവരാണെങ്കിലും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. പാത്തോളജിക്കൽ എന്ന് പറഞ്ഞാൽ രോഗകാരികളായിട്ടുള്ള വേസ്റ്റുകൾ, നമുക്ക് അസുഖം വരാൻ ചാൻസ് ഉള്ള വേസ്റ്റുകൾ. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഗ്യാസ് ഫോമിലോ ലിക്വിഡ് ഫോമിലോ പ്രഷർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പൊ എയർ ഫ്രഷ്നർ, അതുപോലെ തന്നെ മറ്റു മെഡിസിൻസുകൾ, ഇപ്പൊ നമ്മൾ ഫ്രഷ്നർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മള് എന്താ പറയാ പ്രഷർ ചെയ്ത് അടച്ചു വെച്ചിരിക്കുന്ന ഐറ്റംസുകൾ. റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റേഡിയോളജിക്കും മറ്റും ആ ടൈമിൽ അവിടെ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത വേസ്റ്റുകൾ, റേഡിയോ കിരണങ്ങൾ, മറ്റൊരു കാര്യങ്ങൾ കേട്ടോ. ഷാർപ്പ് എക്സാമ്പിൾ ഞാൻ പറയിപ്പിച്ചല്ലോ, കേട്ടില്ലേ? ഷാർപ്പ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്? സിറഞ്ച്, നീഡില്, അതുപോലുള്ള ഷാർപ്പ് വേസ്റ്റുകൾ. കണ്ടെയ്നേഴ്സ് പോലുള്ളത് പ്രഷറൈസ്ഡ് കണ്ടെയ്നറിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. വേസ്റ്റില് നമ്മൾ കാറ്റഗറി ഡീറ്റെയിൽ ആയിട്ട് ഇത് WHO കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന 8 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. ഇനി വീണ്ടും നമ്മൾ ബയോമെഡിക്കൽ മാലിന്യങ്ങളെ ഒരു 10 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സോ അതിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടൈപ്പ് വേസ്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഒരു ടേബിൾ ഉണ്ട്. ടേബിളിൽ നമ്മൾ ഓരോ ടൈപ്പുകള്, സോ ആ കാറ്റഗറിയിൽ ഏത് ടൈപ്പ് വേസ്റ്റുകളാണ്, ഓപ്പറേഷൻ തിയേറ്ററിലെ വേസ്റ്റുകൾ ഏതാണ്, അല്ലെങ്കിൽ ഓരോന്ന് നമ്മൾ എക്സ്പെഷ്യലി എടുത്ത് പറയുന്നത് നെക്സ്റ്റ് അടുത്ത ടേബിളിൽ കാറ്റഗറി പറയുമ്പോൾ പറയൂ കേട്ടോ. ഓക്കെ, WHO ആണ് 8 കാറ്റഗറി ആയിട്ട് പറയുന്നത്.
ദെൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു 10 കാറ്റഗറി പഠിക്കാനുണ്ട്. ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് അതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? നോക്കാം. നോൺ ഹസാർഡ് വേസ്റ്റ് ആൻഡ് ഹസാർഡ് വേസ്റ്റ് നമ്മൾ പറഞ്ഞു. ദോഷകരമായിട്ടുള്ള വേസ്റ്റുകളുണ്ട്, നോൺ ഹസാർഡ്സ് ആയിട്ടുള്ള ദോഷകരമല്ലാത്ത ടൈപ്പ് വേസ്റ്റുകളും ബയോമാലിന്യങ്ങളിൽ ഉണ്ട്. സോ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നോൺ ഹസാർഡ് വേസ്റ്റ്, ദോഷകരമല്ലാത്ത വേസ്റ്റുകൾ. Approximately 85% of garbage generally in the majority of healthcare facilities is non-hazards. Healthcare facilities il ninnum produce ചെയ്യുന്ന മാലിന്യങ്ങളിൽ 85% of non-hazard വേസ്റ്റുകളാണ് അല്ലെ. ഭൂരിഭാഗവും നോൺ ഹസാർഡ് ആണ്. ഹസാർഡ് ആയിട്ടുള്ള വേസ്റ്റുകളല്ല, നോൺ ഹസാർഡ് വേസ്റ്റുകളാണ്. ഏതൊക്കെയാണ് നോൺ ഹസാർഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ എന്നാണ്? This involves waste, for instance, food scraps and fruit peels, along with wash water and paper curtains, packaging materials, and so on. ഇതൊക്കെയാണ് ദോഷകരമല്ലാത്ത വേസ്റ്റുകൾ എന്ന് നോക്കാം. ഇൻസ്റ്റൻസ് എന്തൊക്കെയാണ്? ഉദാഹരണത്തിനായിട്ട് പറയുന്നത് ഫുഡ് സ്ക്രാപ്സ് അല്ലെ, ഫുഡ് വേസ്റ്റുകൾ. അതുപോലെ തന്നെ എന്താണ് ഫ്രൂട്ട് പീൽസ്, നമ്മൾ ഈ ഫ്രൂട്ട്സിന്റെ ഒക്കെ പഴത്തുള്ളികളും മറ്റും അങ്ങനെയുള്ള വസ്തുക്കള്. വാഷ് വാട്ടർ, നമ്മൾ ഇപ്പൊ വാഷ് ചെയ്യുന്ന വെള്ളം. അതുപോലെ തന്നെ എന്താണ് പേപ്പർ കർട്ടൻസ്. പേപ്പർ കർട്ടൻസ് മീൻസ് പേപ്പർ മാലിന്യങ്ങൾ, ടിഷ്യൂസ്, അങ്ങനെയുള്ള വസ്തുക്കള്. പാക്കേജിങ് മെറ്റീരിയൽസ്, ഫുഡിന്റെ ഫുഡ് പാക്കേജ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റ് പാക്കേജിംഗ് ആയിട്ടുള്ള പാക്കറ്റുകൾ, കവറുകൾ, അങ്ങനെയുള്ള മാലിന്യങ്ങൾ. ഇതൊന്നും എന്താണ് ഹസാർഡ് വേസ്റ്റ് അല്ല എന്നാണ് പറയുന്നത്. സോ ഒരു ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റില് ഒരു 85% നോൺ ഹസാർഡ് ആയിട്ടുള്ള വേസ്റ്റുകളാണ്. ഇനി ഹസാർഡ് വേസ്റ്റുകൾ നോക്കാം. ദോഷകരമായിട്ടുള്ള വേസ്റ്റുകൾ. ഹസാർഡ് വേസ്റ്റ് might consist of solid, liquid, sludges or contained gases. ഹസാർഡ് വേസ്റ്റ്, ദോഷകരമായിട്ടുള്ള വേസ്റ്റുകൾ സോളിഡ് ആയിട്ട് ഖര രൂപത്തിലുള്ള വേസ്റ്റുകളുണ്ട്, ലിക്വിഡ് ഫോമിലുള്ള വേസ്റ്റുകളുണ്ട്, സ്ലഡ്ജസ്. സ്ലഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലഡ്ജ് മീൻസ് ഒരു ദ്രാവകം തന്നെ, മീൻസ് ഒരു ചെളിയുടെയൊക്കെ രൂപത്തില് അങ്ങനെയുള്ള വേസ്റ്റുകൾ ഉണ്ടാകാം. ഓർ കണ്ടെയ്നർഡ് ഗ്യാസസ്, നമ്മൾ പറഞ്ഞു ഗ്യാസസ് ഫോമില്, ഈ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ പോലുള്ള ഗ്യാസസ് ഫോമിലുള്ള വേസ്റ്റുകളും ഹസാർഡ് വേസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. And they are principally produced by hospitals and other industrial activities. ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിൽ നിന്നും മറ്റ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസുകളിൽ നിന്നുമാണ്. They may have damage during insufficient procedures for storage, transportation, treatment or disposal operation. So ഇങ്ങനെയുള്ള ഹസാർഡ് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും സ്റ്റോറേജ് ചെയ്യുന്നതും ദെൻ അതിനെ നമ്മൾ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും അതിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും, ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ നശിപ്പിക്കാം. മീൻസ് എങ്ങനെയാണ് അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്? ഓർ ഡിസ്പോസൽ ചെയ്യുക, നിർമ്മാർജ്ജനം ചെയ്യുന്നതും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇൻസഫിഷ്യന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് പ്രോപ്പർ ആയിട്ട് സ്റ്റോറേജ് ചെയ്തില്ല എങ്കിൽ, പ്രോപ്പർ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തില്ല, പ്രോപ്പർ ആയിട്ട് ഡിസ്പോസൽ ചെയ്തില്ല എങ്കിൽ അത് ഹാമായിട്ട് മീൻസ് അത് ഹാംഫുൾ ആണെന്ന്, ഹാനികരമാണ്, അസുഖങ്ങൾ വരാം, മറ്റു പല രീതിയിലുള്ള പൊല്യൂഷൻസുകളും സൃഷ്ടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടും ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? നോൺ ഹസാർഡ് വേസ്റ്റസ് ആണ്. അണ്ടർലൈൻ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനുള്ളൂ. വായിച്ചു നോക്കാം കേട്ടോ. നോൺ ഹസാർഡും ഹസാർഡ് വേസ്റ്റും.
മനസ്സിലാക്കി വെക്കാനുള്ളൂ. അതിൽ അണ്ടർലൈൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അണ്ടർലൈൻ ചെയ്യാത്തത് കൊണ്ട് പരീക്ഷയ്ക്ക് അത് പഠിക്കേണ്ടെന്നാണോ അർജുൻ ഉദ്ദേശിച്ചത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ പോയിന്റ്സുകളാണ് ഞങ്ങൾ അണ്ടർലൈൻ ചെയ്യൂ എന്ന് പറയുന്നത്. അതിനർത്ഥം അണ്ടർലൈൻ ചെയ്തത് മാത്രം പഠിക്കാന്നല്ല കേട്ടോ. അണ്ടർലൈൻ ചെയ്തതിന് കുറച്ചും കൂടി എന്താ പറയാ ശ്രദ്ധയോട് കൂടി പഠിക്കാം. ഓക്കെ, എല്ലാം പഠിക്കണം. നമുക്ക് നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് മാത്രമല്ലേ ക്വസ്റ്റ്യൻസ് എന്തായാലും വരികയുള്ളൂ. സോ അത് കൃത്യമായിട്ട് പഠിക്കാം. ദെൻ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതാണ് അണ്ടർലൈൻ ചെയ്യാന്ന് പറയുന്നത്. ദെൻ ബാക്കി നിങ്ങൾ വായിക്കണം. അണ്ടർലൈൻ ചെയ്തത് മാത്രം പഠിച്ച് അത് മാത്രം എക്സാമിന് വരും എന്നല്ല അതിനർത്ഥം. കംപ്ലീറ്റ് വായിക്കണം, പഠിക്കണം, മോക്ക് ടെസ്റ്റ് ഒക്കെ അണ്ടർലൈൻ ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ പഠിക്കുക. ദെൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് ഇതുപോലെ പ്രീവിയസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോഴാണ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അത് മാത്രം പഠിച്ചിട്ട് എക്സാം എഴുതാന്നല്ല കേട്ടോ, കംപ്ലീറ്റ് പഠിക്കണം. ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക തീർത്തും. ഓക്കെ, വേറെ ടെക്സ്റ്റിന് പുറമേ ക്വസ്റ്റ്യൻസ് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാറുള്ളൂ. മോക്ക് ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാം. അത്രയും മതിയല്ലോ. ബാക്കി നമുക്ക് എക്സ്ട്രാ പുറത്തുനിന്നില്ല. നിങ്ങൾക്ക് ഒരു എസ്സേ ടൈപ്പ് ഒന്നും എക്സാമിന് എഴുതേണ്ട കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ക്ലാസ് കേട്ട് ഓർമ്മ വെച്ചിട്ട് തന്നെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണല്ലോ ക്വസ്റ്റ്യൻസുകൾ, എസ്സേ ടൈപ്പ് ഒന്നും അല്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. എങ്ങനെയാണ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിരിക്കും എന്തായാലും കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓർമ്മ വെച്ചിട്ടൊക്കെ എഴുതാൻ പറ്റും. WHO പറഞ്ഞ എക്സാമ്പിള്, WHO എക്സാമ്പിൾ അല്ല പറയുന്നത്. WHO 8 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണെന്ന്. 8 കാറ്റഗറികളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ജനറൽ വേസ്റ്റ്, പാത്തോളജിക്കല്, അങ്ങനെ 8 കാറ്റഗറി ആയിട്ടാണ് വേസ്റ്റുകൾ WHO പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ്, ഫങ്ഷൻസ് ഇതിലാണ്, മറ്റു വേറെ ചാപ്റ്ററിലാണോ? ഓരോന്നിനും എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അല്ലെ. എക്സാമ്പിൾ നോക്കണ്ട, നമുക്ക് ആ മെയിൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്നിരിക്കുന്നത് മാത്രം നോക്കിയാൽ മതി. ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. അതൊന്നും എഴുതിയൊന്നും വെക്കണ്ട. നിങ്ങൾക്ക് പെട്ടെന്ന് അറിയില്ലാത്തവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. എഴുതിയൊന്നും വെക്കണ്ട. ഓക്കെ, ചിലപ്പോൾ ഫസ്റ്റ് ടൈം കളിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ സിമ്പിൾ ആക്കി പറഞ്ഞു തന്നത്. അതിന് എക്സ്ട്രാ നോട്ട്സും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഇനി നമുക്കൊരു ഫ്ലോ ചാർട്ട് കൂടി ഉണ്ട് ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. ബയോമെഡിക് നോൺ ഹസാർഡും ഹസാർഡും. ഓക്കെ, ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അടുത്ത മീൻസ് നെക്സ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. അതില് നോൺ ഹസാർഡ് വേസ്റ്റിന്റെ താഴെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ടെക്സ്റ്റില് തന്നിട്ടുണ്ടോ? ബയോമെഡിക്കൽ വേസ്റ്റിന് 2 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. തന്നിട്ടില്ല. ഓക്കെ, നമുക്ക് അതൊന്ന് എടുക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ, ഹസാർഡ് വേസ്റ്റുകളും നോൺ ഹസാർഡ് വേസ്റ്റുകളും. അതിന്റെ എക്സാമ്പിൾ ആണ് ഇനി താഴെ തന്നിരിക്കുന്നത്. എക്സാമ്പിൾ തന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതണ്ടെന്ന് പറഞ്ഞത്. നോക്കാം. ഹസാർഡ് വേസ്റ്റില്, ദോഷകരമായിട്ടുള്ള വേസ്റ്റുകളില് വീണ്ടും അതിനെ നമ്മൾ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഏതൊക്കെയാണ്? അതർ ഹസാർഡ് വേസ്റ്റ്, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ, മറ്റ് ഹസാർഡ് വേസ്റ്റുകൾ. ഓക്കെ, അപ്പൊ ആദ്യം നോക്കാം. ഇൻഫെക്ഷ്യസ് വേസ്റ്റില്
ഷാർപ്പ് ആൻഡ് നോൺ ഷാർപ്പ് വേസ്റ്റ്. ഷാർപ്പ് ആൻഡ് നോൺ ഷാർപ്പ് എന്നാണോ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കാം കേട്ടോ. ഷാർപ്പ് ആൻഡ് നോൺ ഷാർപ്പ്. ഓക്കെ, ഇൻഫെക്ഷസ് വേസ്റ്റില് ഷാർപ്പ് ആൻഡ് നോൺ ഷാർപ്പ്, പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ, ദെൻ ലിക്വിഡ് വേസ്റ്റ്. ഇത് മൂന്നുമാണ് ഇൻഫെക്ഷസ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതർ ഹസാർഡ് വേസ്റ്റസ് ഏതൊക്കെയാണെന്ന് നോക്കാം. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ഡിസ്കാർഡഡ് ഗ്ലാസസ്, പൊട്ടിയിട്ടുള്ള ഗ്ലാസ് പീസസുകൾ, ദെൻ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ, കെമിക്കൽ വേസ്റ്റ്, സൈറ്റോടോക്സിക് വേസ്റ്റ്. സൈറ്റോടോക്സിക് വേസ്റ്റ്. എന്താ സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? സൈറ്റോടോക്സിക് എന്ന് പറയുന്നത് സൈറ്റോടോക്സിക് മീൻസ് ഇതൊരു ഡ്രഗ് ആണ്. മീൻസ് നമ്മൾ ക്യാൻസർ പേഷ്യൻസിനൊക്കെ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് ഈ സൈറ്റോടോക്സിക് എന്ന് പറയുന്നത്. സോ അത് സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്യാൻസർ ബാധിച്ച കോശങ്ങളിൽ ആ ശരീരം നശിപ്പിക്കുന്ന ഒരു മെഡിസിൻ ആണ് എന്ത് സൈറ്റോടോക്സിക് എന്ന് പറയുന്നത്. സോ ഈ സൈറ്റോടോക്സിക് ഡ്രഗ്സുമായിട്ട് ഒരു മീൻസ് അതിന്റെ ഒരു വേസ്റ്റ് ഉദ്ദേശിക്കുന്നത് ആ ക്യാൻസർ സെല്ലിനെയാണ് അത് നശിപ്പിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തില് മറ്റു എന്താണ് സെല്ലുകളെയും മറ്റും നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതിന്റെ വേസ്റ്റുകൾ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കീമോ ചെയ്ത ഏരിയയിലും റേഡിയേഷൻ ഏരിയയിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഹോസ്പിറ്റലില്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. കീമോതെറാപ്പിയും അതുപോലെ തന്നെ ഡയാലിസിസ്, എന്താ റേഡിയോളജി. ഇവിടെയൊക്കെ എന്താണ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ടാവും പുറത്ത്, അല്ലെ? നോട്ട് മിഷൻ ആയിരിക്കും, പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടകാരികളായിട്ടുള്ള ഡ്രഗ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ അത്തരത്തിലുള്ള ആ മെഡിസിൻസിന്റെ എന്താ പറയാ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാലിന്യങ്ങള്. ഇൻസിനറേറ്റർ ആഷൻ. ഇൻസിനറേറ്റർ ആഷൻ എന്ന് പറഞ്ഞാല് ചാരം ഉണ്ടല്ലോ, ഈ വേസ്റ്റുകൾ കത്തിച്ച് കഴിഞ്ഞിട്ടുള്ള ചാരം, അതും ഒരു വിധത്തിൽ എന്താണ് വേസ്റ്റ് തന്നെയാണ്, അല്ലെ? ഹസാർഡ് വേസ്റ്റ് ആണ്. ഈ മാലിന്യങ്ങള്, ഈ ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ കത്തിച്ചതിന് ശേഷമുള്ള മാലിന്യങ്ങള്. ഇതാണ് ഇൻഫെക്ഷസ് വേസ്റ്റുകളും അതർ ഹസാർഡ് വേസ്റ്റസുകളും എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി നോൺ ഹസാർഡ് വേസ്റ്റ് എന്തൊക്കെയാണ്? നോൺ ഹസാർഡ് വേസ്റ്റില് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അവിടെ ഒരു 3 എക്സാമ്പിൾ എഴുതി വെക്കുക. താഴെ എഴുതിയിട്ടില്ലല്ലോ ടെക്സ്റ്റില്? എഴുതിയിട്ടുണ്ടോ ടെക്സ്റ്റ് ബുക്കില്? എഴുതിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ തന്നെ എഴുതുക, അല്ലെങ്കിൽ ഞാൻ പറയണോ 3 എക്സാമ്പിൾ? നമ്മൾ നേരത്തെ നോക്കിയില്ലേ എക്സാമ്പിള്? പേപ്പർ കാർഡ്ബോർഡ്, അല്ല പേപ്പർ, അതുപോലെ തന്നെ എന്താണ് ഫുഡ് സ്ക്രാപ്സ്. എഴുതിക്കോളൂ കേട്ടോ. 3 എഴുതി വെച്ചോളൂ. ഏതൊക്കെയാണ്? പേപ്പർ കാർഡ്ബോർഡ് എഴുതാം, പ്ലാസ്റ്റിക് പാക്കേജിങ്, അതുപോലെ ഫുഡ് സ്ക്രാപ്സ്. ഏതെങ്കിലും 3 എഴുതി വെക്കാം കേട്ടോ. നോൺ ഹസാർഡ് വേസ്റ്റില്ല പേപ്പർ കാർഡ്ബോർഡ്, പ്ലാസ്റ്റിക് പാക്കേജിങ്, ദെൻ ഫുഡ് സ്ക്രാപ്സ്. ഏതെങ്കിലും 3 മതി. ഇനി ആ ഫ്ലോ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഫ്ലോ ചാർട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? ഫ്ലോ ചാർട്ട് വായിച്ചു എല്ലാവരും? ഓക്കെ. സോ നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എന്താണ് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ എന്ന് പഠിച്ചു. ദെൻ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 4 ഒബ്ജക്റ്റീവ് ആണ്. ദെൻ who is at risk? ഈ മാലിന്യങ്ങൾ കൊണ്ട് ആർക്കൊക്കെയാണ് റിസ്ക് അനുഭവിക്കുന്നത്? ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റിന്റെ സോഴ്സസുകൾ, പ്രൈമറി സോഴ്സസുകളും അതുപോലെ തന്നെ സെക്കൻഡറി സോഴ്സസുകൾ ഏതൊക്കെയാണ്? ദെൻ WHO 8 കാറ്റഗറി ആയിട്ട് ബയോമെഡിക്കൽ മാലിന്യങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ നോൺ ഹസാർഡ്, ഹസാർഡ് വേസ്റ്റുകളും ലാസ്റ്റ് വൺ അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ഒരു ഫ്ലോ ചാർട്ടും പഠിച്ചു. ഇത്രയാണ് ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. എടുത്ത അത്രയും ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ചാപ്റ്റർ ആണ്. സ്മൂത്ത് ആയിട്ട് നമുക്ക് എടുത്തു പോകാനും പറ്റും, നിങ്ങൾക്ക് പഠിച്ചു പോകാനും പറ്റും. ഓക്കെ, കംഫോർട്ട് ആണോ എല്ലാവരും? ഓക്കെ അല്ലേ? ഇൻട്രൊഡക്ഷനിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത് ബോത്ത് വേസ്റ്റ് ഫ്രം തേർഡ് ലൈനിൽ കേട്ടോ. അർജുൻ, ചാപ്റ്റർ തുടങ്ങിയുള്ളൂ, ബോർ ചാപ്റ്റർ അല്ല. ഇതുവരെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞിട്ടില്ലല്ലോ ബോർ പറഞ്ഞിട്ടുള്ളത്. കാര്യം വേസ്റ്റ് ഒക്കെയാണ്, പക്ഷേ അത് നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാം. നമ്മളാണ് അത് ബോറാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ എന്തോ നമ്മളുടെ ഇഷ്ടം കൊണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, നമുക്ക് ബോറായിട്ട് തോന്നാം. നമ്മൾ ഇഷ്ടത്തോടു കൂടി പഠിക്കാം, അപ്പൊ ബോറൊക്കെ അങ്ങോട്ട് മാറിക്കോളും. ഓക്കെ ഓക്കെ. ഒപ്പീനിയൻ ആയിരിക്കാം, എങ്കിലും ഇഷ്ടത്തോടു കൂടി പഠിക്കാം. ചില സബ്ജക്ട് നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് നമുക്കത് ബോറായിരിക്കാം. എന്തായാലും നമുക്ക് പഠിക്കണമല്ലോ. ബോർഡ് ചാപ്റ്ററുകൾ ഉണ്ടാകാം, അതിന് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററുകൾ ഉണ്ടാവാം, മറ്റേ ചാപ്റ്റേഴ്സ് കൊള്ളാം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ചാപ്റ്റേഴ്സും ഒരേപോലെ ഇരിക്കണം എന്നില്ലല്ലോ. ബോറാണെങ്കിലും സിമ്പിൾ ആണെങ്കിലും നമ്മൾ പഠിച്ചേ പറ്റൂ. ബോറാണെന്ന് കരുതി ഇപ്പോൾ നമുക്ക് പഠിക്കാണ്ടിരിക്കാനും പറ്റില്ല. ബോറാണെന്ന് കരുതിയിട്ട് ടീച്ചേഴ്സിന് അത് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റുമോ? അങ്ങനെയും പറ്റില്ല. നമ്മൾ പഠിക്കണം, അല്ലെ? നമ്മൾ പഠിച്ചേ പറ്റൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി നമുക്ക് അടുത്തൊരു ടേബിൾ ആണ് ഇനി പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ.